ഇനി എന്തൊരു വഴി? പെരുവഴി. തമാശ. ഞങ്ങളെ വകവരുത്തി അടങ്ങും അല്ലേ? അതിനെ കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നത്. എന്ത് വകവരുത്തുന്നതിനെ കുറിച്ചോ? അയ്യോ അതല്ല, പിന്നെ ബർത്ത്ഡേ അന്നുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച്. ഇതൊരൊഴിയാ ബാധയായല്ലോ. ഒരിക്കലും എന്നെ കുറിച്ച് അങ്ങനെ കരുതരുത് പ്ലീസ്. അന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നല്ലായിരുന്നോ? പ്രശ്നം നിങ്ങൾ കുപ്പിയിലാക്കി തന്നു, ഞങ്ങൾ അത് പ്രവൃത്തിയിലാക്കി തിരിച്ചു തന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്കറിയോ, ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞാൻ. അതിൽ നിന്ന് കൊളിച്ചോടാൻ വേണ്ടി പല വേഷങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കെട്ടിയിട്ടുണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, പരിചയപ്പെട്ട ആ നിമിഷം തന്നെ നിങ്ങളെല്ലാരും എന്റെ സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യം എടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വിരോധം ഇല്ലെങ്കിൽ കുറച്ച് സമയം എനിക്ക് തരാമോ? കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ കാൾട്ടൺ നിക്കോളസിന്റെ മകൾ, രാജപുത്രി, എന്തിനാ ഒരു കുറവ്? എല്ലാം ഉള്ളവർ. നിങ്ങൾക്കറിയോ, അന്ന് ആഘോഷങ്ങൾക്കിടയിലും എന്റെ മനസ്സ് മൈലുകൾക്കപ്പുറം മരണം കാത്തെടുക്കുന്ന ഒരു സ്ത്രീയുടെ അരികെയായിരുന്നു. ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ള മരുന്നിന് ചില്ലി കാശ് പോലും ഇല്ലാതെ മരണം കാത്തെടുക്കുന്ന ഒരു പാവ സ്ത്രീ, എന്റെ അമ്മ. എന്നെ ഒന്ന് കാണാൻ പോലും അവസരം നിഷേധിക്കപ്പെട്ട എന്റെ അമ്മ. എനിക്കിപ്പോ ആവശ്യം പണമാണ്. അമ്മയ്ക്ക് ജീവിതം കൊടുക്കാനുള്ള പണം. അതെന്റെ പപ്പയുടെ തന്നെ ആവണം. അതിന് നിങ്ങൾക്ക് എന്നെ സഹായിക്കാനാവും. എങ്ങനെ? ഇതാ. എന്താ ഇത്? നാളുകളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന പപ്പയുടെ പഴയ വീടിന്റെ താക്കോല. ആ വീട്ടിൽ നിങ്ങൾ എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകും. എന്നിട്ട് ഇയാൾക്ക് വേണ്ടി ഞങ്ങളൊക്കെ അങ്ങ് ജയിലിൽ പോകാനോ? പിടിക്കപ്പെട്ട എന്റെ അനുവാദത്തോടു കൂടിയാണ് നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തതെന്ന് ഞാൻ പോലീസിനോട് പറയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷേ കിഡ്നാപ്പ് ചെയ്യുന്നോണ്ട് ഞങ്ങൾക്ക് എന്ത് ഗുണം? പറയാം. 10 ലക്ഷം രൂപ നമ്മൾ പപ്പയിൽ നിന്ന് വാങ്ങുന്നു. അതിൽ പകുതി ഞാൻ നിങ്ങൾക്ക് തരും. ശരി. കിഡ്നാപ്പിംഗ് എപ്പോ, എവിടെ വെച്ച്, എങ്ങനെ? ഞാൻ കോളേജ് വിട്ട് വരുമ്പോ. പിന്നെ നിങ്ങൾ വന്ന് പിടിക്കുമ്പോ ഞാൻ കൊതറയും ശബ്ദം വെക്കും ഒക്കെ ചെയ്യും. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് എന്റെ ഫ്രണ്ട്സ് അറിയാതിരിക്കാൻ വേണ്ടി മാത്രം. വെരി ഈസി. ഓക്കെ, ഏറ്റിരിക്കുന്നു. ഭയങ്കര അബദ്ധമായിരിക്കും നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. എനിക്കിതിൽ ഒരു താല്പര്യമില്ല. താക്കോലും വാങ്ങി കൈ വെച്ചിട്ടാണോ നീ ഇത് പറയുന്നത്? താക്കോലിന്റെ കാര്യമൊന്നുമല്ല, എനിക്കിതിലൊട്ടും താല്പര്യമില്ല. അതേ ഞാൻ പറഞ്ഞു. സരസ, നീ ഒരു കാര്യം ഓർക്കണം. നമ്മളായിട്ട് ഇതുവരെ ആരെയും ദ്രോഹിക്കുകയും ചതിക്കുകയൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് കാശുണ്ടാക്കാൻ ദൈവമായിട്ട് ഒരു വഴി കാണിച്ചു തന്നിരിക്കുക. പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാവും എനിക്ക് ഈ കാശ്. നിനക്ക് ഇത്രയും വലിയ തുക എന്തിനാണ്? ആരാ പറഞ്ഞത് ക്രിസ്റ്റീന മോൾക്ക് ആരുമില്ലെന്ന്? മോക്കി അങ്കിളുണ്ട്, ഡൊമിനിക് അച്ഛനുണ്ട്, ഇവിടത്തെ കുട്ടികളുണ്ട്. ആ പിന്നെ അടുത്ത പ്രാവശ്യം അങ്കിൾ വരുമ്പോ മോക്ക് പിക്ചർ കാർഡ്സും സ്റ്റാമ്പ്സും ഒക്കെ കൊണ്ടുവരാം. ഓക്കെ? ശരി അങ്കിൾ. ആ, മോള് പൊക്കോളൂ. മോളുടെ ഓപ്പറേഷൻ ഇനിയും വൈകരുതെന്ന് ഡോക്ടർ ഇന്നലെയും പറഞ്ഞു. വിഷമിക്കേണ്ട ഫാദർ, 2-3 ദിവസത്തിനകം കാശോടെ എത്തിക്കാം. ഇത്രയും വലിയൊരു തുക? അത് എനിക്ക് പുതിയൊരു കോൺട്രാക്ട് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, സ്മാർട്ട്. ഗംഭീരമായിട്ടുണ്ട് തന്റെ ആക്ടിങ്. കൊടുകൈ. എന്റെ ദേഹത്ത് തൊട്ടുപോരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എന്തുദ്ദേശിക്കുന്നോ അതറിയില്ല. ഈ പെണ്ണ് പലതാണല്ലോ പറയുന്നത്. വട്ടായിരിക്കുമോ? സംശയിക്കണ്ട, വട്ട് കേസാ. ഞാൻ ആദ്യമേ പറഞ്ഞതാ, വെറുതെ ഈ വേണ്ടാത്ത പണിക്കൊന്നും പോണ്ടെന്ന്. വട്ട് കേസ്.
വെറും വട്ടല്ല, പട്ടാപകല് പട്ടത്ത് പോയി പട്ടയും മുട്ടയും തട്ടി മട്ടുമാറിയ കുട്ടപ്പന്റെ 8ാം ക്ലാസ്സിൽ 8 പ്രാവശ്യം പൊട്ടി 8ാം മുദ്രയ്ക്ക് വന്ന വട്ട് മുഴുവട്ട്. സത്യം പറയാലോ, എനിക്ക് ഭയങ്കര ഇഷ്ടായി, ഭയങ്കര ഇഷ്ടം. ഞാൻ കല്യാണം കഴിച്ചോട്ടെ? തന്നെ കെട്ടണോ പെങ്ങളെ? ഇവിടെ ഒന്ന് മുട്ടോ. ഇത് ഭയങ്കര ചതിയായിപ്പോയി. ചതിക്കാൻ ഞാനാരാ? ചതിയൻ ചന്തുവോ? ഇതെന്താ വടക്കൻ വീരഗാഥയോ? ഉയ്യോ, അല്ലെങ്കിൽ തച്ചോളി വർഗീസ് ചേകവരോ? ഉയ്യോ, ഒന്നുമല്ല, ഞാനിതൊന്നുമല്ല. നിങ്ങൾക്കറിയോ ഞാൻ ആരാണെന്ന്? ഇനി ഞാൻ സത്യം തുറന്നു പറയാം. ആരോരും സ്നേഹിക്കാനില്ലാത്ത ഒരു അനാഥയാണ് ഞാൻ. ജീവിതത്തിൽ സ്നേഹിച്ച അമ്മ നഷ്ടപ്പെട്ട ഒരേകയാണ് ഞാൻ. ഏകലവ്യ, ഓർമ്മയുണ്ടോ ഈ മുഖം? അയ്യേ, എല്ലാത്തിനും നോട്ടം കണ്ടില്ലേ? അല്ല, പപ്പ വിളിക്കണ്ടേ? പപ്പയാ? ഏത് പപ്പ? നിന്റെ തന്റെ കോൾട്ടൺ നിക്ലാസിനെ വിളിക്കണമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ആ, അത് ഞാൻ മറന്നു. വിളി 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 വിളി. നമ്പർ പറ. നമ്പർ 350691. യെസ്, കാൾട്ടൺ നിക്കോളാസ്. മിസ്റ്റർ കാൾട്ടൺ നിക്കോളാസ്? അതെ, ഞാൻ കാൾട്ടൺ. നിങ്ങൾ കാൾട്ടൺ ആണെങ്കിൽ ഞാൻ അരട്ടൺ. നിങ്ങളുടെ മകളെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുകയാണ്. 10 ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തിരിച്ചു തരാം. ഇല്ലെങ്കിൽ നിങ്ങൾ ആരാ? എവിടുന്നാ സംസാരിക്കുന്നത്? നാൻസി, നാൻസി. എന്താ പാപ്പ? ഹലോ, 10 ലക്ഷം രൂപ അല്ലേ? എവിടെ തരേണ്ടത്? ക്യാഷോ ചെക്കോ? അയ്യോ, 10 ലക്ഷവും തരാമെന്ന്. ക്യാഷായിട്ട് വേണം, ചെക്കായിട്ട് വേണം? ക്യാഷ് മതി. ഇല്ലിക്കൽ അമ്പലത്തിന്റെ തെക്ക് ഭാഗത്ത് വൈകുന്നേരം കൃത്യം 4 മണിക്ക്. ഈ വിവരം പോലീസിനെ അറിയിച്ചാൽ ഞങ്ങളുടെ പൊടി പോലും കാണില്ല. സോറി, നിങ്ങളുടെ പൊടി പോലും കാണില്ല. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പണം കൊണ്ടുവരുമ്പോ കൃത്യമായി എണ്ണിക്കൊണ്ടുവരിക. കാരണം തിരക്കിനിടയിൽ ഞങ്ങൾക്ക് എണ്ണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഓക്കെ, ബൈ. അങ്ങനെ 1 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ 1 മാസം കൊണ്ട് നാട കുത്തി 2 ലക്ഷം രൂപയാക്കും. ഭംഗി പറഞ്ഞിട്ട് എന്താ കാര്യം? ഭ്രാന്ത് പിടിച്ചാൽ എന്താ ചെയ്യാ? നാലര കഴിഞ്ഞു, ഇനി വരുമെന്ന് തോന്നുന്നു. ഏതായാലും അരമണിക്കൂടെ നോക്കാം. ഇനിയിപ്പോ വെയിറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ഒന്നുകൂടെ ഫോൺ ചെയ്ത് നോക്കാം. ഹലോ, കാൾട്ടൺ ഹിയർ. മിസ്റ്റർ കാൾട്ടൺ നിക്കോളാസ്, പറഞ്ഞത് ചെയ്യാൻ നിനക്ക് സാധിച്ചില്ല. എന്നാൽ പറഞ്ഞത് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് നിങ്ങളുടെ മകൾ ഈ ലോകത്തോട് വിട പറയും. വിട പറയുന്നതിന് മുമ്പ് മകൾ നിങ്ങളോട് സംസാരിക്കും. പപ്പ, ഇത് നാൻസിയാ. പപ്പ എന്താ വരാഞ്ഞ്? ഇവരെന്നെ കൊല്ലും. മാത്തച്ഛനില്ല അവിടെ? മോളെ നാൻസി, നാൻസി. എന്താ പപ്പ? മോളെ നാൻസി ആണെന്ന്. നിന്റെ അതേ ശബ്ദം. എന്താ പപ്പ ഇത്? നോക്കട്ടെ. ഹലോ, ഞാൻ നാൻസിയാ. ആരാത്? നാൻസിയോ? ഏത് നാൻസി? ഞാൻ നാൻസിയാണ് സംസാരിക്കുന്നത്. സത്യം പറ, നീ ആരാ? യു ഫ്രോഡ്. ഹു ആർ യു? ബ്ലഡി യൂസ്ലെസ്. യെസ്,
കാസിയ പാർക്ക് ഫ്ലാറ്റ്സിന്റെ 74 ഏക്കർ നാളെ രജിസ്ട്രേഷനാ. നാൻസി സൈൻ ചെയ്യണം. അവൾ വീട്ടിലുണ്ട്, കൊണ്ടുപോയി സൈൻ ചെയ്യിച്ചോളൂ. ആ ആ, ഞാനിന്ന് ലേറ്റാവും.